എന്താണ് നിങ്ങളിലെ ഉയർന്ന ബോധാവസ്ഥ അഥവാ ജാഗ്രതാവസ്ഥ? ഇതാണെന്നും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. Awakened consciousness leads to freedom through aware choice. അവബോധ നിലകളും ബോധപരിണാമവും എന്നുള്ള പരമ്പരയിൽ അല്ലെങ്കിൽ അധ്യായത്തില് ജാഗ്രതാവബോധം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമ്മളിവിടെ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എന്താണ് ഉയർന്ന ബോധാവസ്ഥ? എന്തെല്ലാമാണ് ഉയർന്ന ബോധാവസ്ഥ സാധ്യമാക്കുന്നത്? എന്തിനെയെല്ലാം ഉയർന്ന ബോധാവസ്ഥ ആശ്രയിച്ചിരിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ഉയർന്ന ബോധാവസ്ഥ, എന്താണ് ഈ ഉയർന്ന ബോധാവസ്ഥ? നമ്മള് കഴിഞ്ഞ ദിവസം ഈ അവബോധ തലങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ അതില് ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ജാഗ്രത? നമ്മൾ ജാഗ്രതയിലായിരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക, ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഉണർന്ന ബോധാവസ്ഥ എന്ന് പറയുന്നത്. അവബോധ തലങ്ങളിലെ ഏറ്റവും പ്രകടമായിട്ടുള്ളത്, നമുക്ക് ഏറ്റവും ഹാൻഡി ആയിട്ടുള്ളത് ഈ ജാഗ്രതാവസ്ഥയാണ്. അതിനെയാണ് ജാഗ്രതാവബോധം, അവേക്കൻഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ എൻറ്റിറ്റി കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ഒരു സത്ത ഉണ്ടെങ്കിൽ ആ സത്ത ഞാൻ എന്ന് മനസ്സിലാക്കുന്ന ഇടം ഈ ജാഗ്രതാവബോധമാണ്. ഈ ജാഗ്രതാവബോധത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു സത്ത താൻ എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെയും ബോധ്യപ്പെടുന്നത്. അപ്പോ ആ ജാഗ്രതാവസ്ഥ എന്നുള്ളത് മറ്റുള്ളതിൽ നിന്നും മാറിക്കൊണ്ട് ഞാൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണെന്നുള്ള തോന്നൽ ഉരുവാക്കുന്ന സംവിധാനമാണ്. അത് ഒരു പക്ഷെ അതൊരു കുഴപ്പമായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരും. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ ജാഗ്രതാവസ്ഥ, ജാഗ്രത് ബോധം, ജാഗ്രതയിലായിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ചിന്തിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുന്നത്, നമ്മൾ ഈ പ്രോഗ്രാമുകള്, പദ്ധതിയിടല്, അതായത് ഇനി ഇന്നത് വേണം എന്നുള്ള രീതിയിലുള്ള ഇതെല്ലാം ചെയ്യുന്നത് ഈ ജാഗ്രത ആണ്. ഈ മനസ്സിന്റെ പ്രകടമായിട്ടുള്ള തലമുണ്ടല്ലോ, മനസ്സെന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ആ മനസ്സിന്റെ തലമുണ്ടല്ലോ, മനസ്സ് ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രകടമായി പെരിഫറലായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് കൂടെ മനസ്സിലാക്കണം. ഈ മനസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റ് അവബോധ തലങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് ഇതാണ്. ഈ നമുക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും ഒക്കെ നമുക്ക് കഴിയാറുണ്ടല്ലേ, പക്ഷെ പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണം ഈ ചിന്തിക്കുന്നതിനനുസരിച്ച് പോവാറില്ല. എന്തുകൊണ്ടാ? ജാഗ്രത അവബോധം ഈ പറഞ്ഞതുപോലെ ഒരു സ്വയംപൂർണമായ സംവിധാനമല്ല. അത് ആഴത്തിലുള്ള മറ്റ് അവബോധ തലങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ബോധത്തിൽ നിൽക്കുന്നതാണല്ലോ ജാഗ്രതാവസ്ഥ. ബോധത്തിലല്ലാത്ത വിവിധ തരം പ്രവർത്തന പാറ്റേണുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓർമ്മയുടെ സ്വാധീനങ്ങളുണ്ട്, വികാരത്തിന്റെ ചലനങ്ങളുണ്ട്, ആന്തരിക സംഘർഷങ്ങളുണ്ട്, പിന്നെ നമ്മളിൽ നിന്ന് വേറിട്ട യുക്തിചിന്തയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോ ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് അത് നമ്മുടെ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുന്നത്. അതില് നമ്മൾ ഈ അനാലിസിസ്, പദ്ധതിയിടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഓർമ്മകളെ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് യുക്തിയും വിശകലനവും ഉണ്ടല്ലോ, അത് പ്രവർത്തിക്കുമ്പോൾ ആണ് ഈ മറ്റ് അവബോധ തലങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്നൊരവസ്ഥ നമ്മളിൽ സംജാതമാകുന്നത്. യുക്തി വിചാരം ചെയ്യുന്ന സമയത്ത് ഓർമ്മയ്ക്ക് പ്രസക്തിയില്ല എന്ന് നമ്മൾ അങ്ങ് കരുതും. പ്രസക്തി ഇല്ലേ? ഉണ്ട്, പക്ഷെ നമ്മൾ അറിയില്ല. വികാരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് കരുതും. ഞാൻ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നു എന്ന് കരുതും. കാരണം യുക്തിയാണ് കൈകാര്യം ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നുണ്ട്. ആ യുക്തി വിചാരം ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വിച്ഛേദിതമാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കി തരും. വ്യക്തിപരത തുടങ്ങുന്നതും എവിടെയാണ്? ഈ അവബോധത്തിന്റെ എല്ലാ തലങ്ങളും തമ്മിൽ കണ്ണിചേരുമ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ജാലികയുടെ ഭാഗമായിരിക്കുക. പ്രകൃതിയുടെ ജാലികയുടെ ഭാഗമായിരിക്കുമ്പോഴും സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ ഉരുവാക്കാനാണ് യുക്തിചിന്തയും വിശകലനമൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഈ ഉയർന്ന ബോധാവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? അപ്പോ ജീവി
ജീവിയുടെ അവയവങ്ങൾക്ക് താഴെ കലകള്, അതിനുശേഷം കോശങ്ങൾ എന്ന് പറഞ്ഞ പല ഭാഗങ്ങളുണ്ടല്ലോ. അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജീവനം എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൽ ജീവി എന്ന് പറയുന്ന ആ ഒരു തലത്തിലാണ് ഈ ജാഗ്രതാവബോധം ഉണ്ടാവുക. ജീവി എന്നുള്ള തലത്തിൽ മനുഷ്യന്റെ കാര്യം വെച്ചിട്ടാണ്, മനുഷ്യൻ കേന്ദ്രിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുകൊണ്ട് നമ്മൾ ഇത് വീക്ഷിക്കുന്നത്. ഇനി ജാഗ്രതാവസ്ഥ എന്ന് വെച്ചപ്പോൾ ഒരു കോശത്തെ എടുക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ തലത്തിൽ നിന്നും നോക്കുന്നില്ല, കോശത്തിന്റെ തലത്തിൽ നിന്നും നോക്കുകയാണെങ്കിൽ, കോശത്തിന്റെ തലത്തിൽ നിൽക്കുന്ന, കോശത്തിന് മനസ്സിലാവുന്ന, കോശമാണെന്ന് മനസ്സിലാകുന്ന, കോശത്തിന്റെ പുറത്ത് അകത്തെന്ന് പറഞ്ഞ് കോശം തിരിച്ചറിയുന്ന ആ അവസ്ഥയാണ് കോശത്തിന്റെ ജാഗ്രതാവസ്ഥ. അത് നമ്മുടെ ജാഗ്രതാവസ്ഥയല്ല കേട്ടോ, അത് കോശത്തിന്റെ ജാഗ്രതാവസ്ഥയാണ്. നമ്മുടെ ജാഗ്രതാവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ജീവിയുടെ ഉണർന്ന അവസ്ഥയാണ് എന്റെ അവസ്ഥ. ഇവിടെയാണ് എന്റെ ജീവി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവിന്റെ പ്രാഥമികമായിട്ടുള്ള അവസ്ഥ. ഞാൻ എന്ന് പറയുന്നത്, എന്റെ കൈ അങ്ങോട്ട് പോകട്ടെ, എനിക്ക് മൂത്രശങ്കയുണ്ട്, എന്താ പറ്റുക, മൂത്രം ഒഴിക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പിടിച്ചു കയറാം, ഞാൻ ചാഞ്ഞിരിക്കാം എന്ന് പറയുന്ന വോളണ്ടറി കൺട്രോൾ എന്ന് പറയുന്ന ഐച്ഛിക പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. ആ ഐച്ഛിക പ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെയും മേഖല ഈ ജാഗ്രതാവസ്ഥയാണ്. അവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാനിപ്പോ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഹൃദയമെടുപ്പ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് തനിയെ പ്രവർത്തിക്കുന്നതാണ്, അത് അതിന്റെ വഴിക്ക് പോകും. പക്ഷെ കൈ ഉയർത്തണോ താഴ്ത്തണോ, ഞാൻ ചൊറിയണോ അങ്ങോട്ട് നോക്കണോ എന്നുള്ളതെല്ലാം തന്നെ വോളണ്ടറി കൺട്രോളാണ്. ആ വോളണ്ടറി കൺട്രോൾ ഈ ജാഗ്രതാവസ്ഥയിലാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയുന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങളോട് തിരിച്ച് പ്രതികരിക്കുകയാണ്. ബോധപൂർവമുള്ള പ്രതികരണം. തീ നമ്മുടെ നേരെ വരുന്നു, അല്ല ഒരു കല്ല് നേരെ വരുന്നു, നമ്മൾ അറിയാതെ ഇങ്ങനെ മാറിപ്പോകും. ആ അറിയാതെ മാറിപ്പോകലും ബോധപൂർവമല്ല, അബോധപൂർവമാണ്. അതല്ലാതെ ബോധപൂർവമുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അവരോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് ആലോചിച്ച് തീരുമാനിക്കുന്ന ബോധപൂർവമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഈ ജാഗ്രതാവസ്ഥയുടെ പ്രത്യേകതയാണ്. നമ്മൾ കാര്യങ്ങളെ അനുഭവിക്കുന്നത്, ഇപ്പൊ തീക്ക് ചൂടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ചൂടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന് ചൂടുണ്ടോ നോക്കാണ്ട് നമ്മളിങ്ങനെ കൈവച്ച് നോക്കുന്നു. അവിടെ ആ അനുഭവം ഉണ്ടാകുന്നത് ജാഗ്രതയോടെ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ പ്രധാന പ്രവർത്തന ബോധം, ഞാനിവിടെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ ബോധം ഉണ്ടാകുന്നത് ജാഗ്രതാവസ്ഥയിലാണ്. നമ്മൾ അടുത്ത ചോദ്യം, എന്തെല്ലാമാണ് ഉയർന്ന ബോധാവസ്ഥ സാധ്യമാക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത ചോദിച്ചത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ചിന്തിക്കലാണ്. എന്താ ചിന്ത എന്ന് പറയുന്നത്? വിശകലനം, യുക്തി ചിന്ത, നിരീക്ഷണം, ഇതെല്ലാം ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നു. ചിന്തിക്കുമ്പോൾ എന്തെല്ലാം മെറ്റീരിയൽസ് വരും. ഇതിനു മുമ്പ് എന്തായിരുന്നു ഇത്, ഇപ്പോഴിതെന്താണ്, ഇനി ഇതെന്താകണം എന്നുള്ള കാര്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പൊ ചിന്ത ഇതിനെല്ലാം കൂട്ടിയിട്ട് വിശകലനം ചെയ്യും, കൂട്ടിക്കിഴിച്ചു നോക്കും. എന്നിട്ട് അതിൽ അങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ എന്നുള്ള യുക്തി വിചാരം ചെയ്യും. ഈ കാര്യങ്ങളാണ് ജാഗ്രതാവസ്ഥ ചിന്തയിലൂടെ നടപ്പിലാക്കുന്നത്. അപ്പോ ചിന്തിക്കൽ എന്നുള്ളത് ജാഗ്രതാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ്. ഇനി പദ്ധതിയിടൽ എന്നുള്ളത്, പദ്ധതിയിടൽ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാൻ ചെയ്യൽ. ഇനി നാളെ എന്തു വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്താണ് ലക്ഷ്യം, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, അതിലേക്ക് പോകാൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ഭാവി എന്നുള്ളത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പദ്ധതിയിടലാണ്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്. സങ്കല്പശക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എവിടെ ഇല്ല, ഒരു മൂർത്ത രൂപം, ഒരു മോഡൽ നമുക്കില്ല. പക്ഷെ നമ്മൾ ഒരു സാധനത്തെ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ പ്രതിച്ഛായ ഉള്ളിൽ സൃഷ്ടിക്കലാണ്. സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സങ്കല്പത്തിൽ, ഭാവനയിൽ നമ്മളൊരു ഛായ സൃഷ്ടിക്കലാണ്. അതുപയോഗിച്ചുകൊണ്ട് അതിനെ സൃഷ്ടിക്കാൻ എന്താണ് വേണ്ടത്, അതിലേക്ക് എത്താൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണം, അതിന്റെ സാധ്യതകൾ എന്താണ് തുടങ്ങിയ സങ്കല്പങ്ങളാണ് ഈ ജാഗ്രതയുടെ ഒരു ഉത്തരവാദിത്വം. വേറൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തീരുമാനമെടുക്കലാണ്. തീരുമാനം എടുക്കുമ്പോൾ അത് വേണോ ഇത് വേണോ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാൻ അതാണ് ചെയ്യേണ്ടത്, അതെന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ ഇതാണ് ചെയ്യേണ്ടത്, ഇത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം, ഞാൻ ഡ്രൈവ് ചെയ്യണം, അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം, ഞാൻ ഇനി ഈ വഴി കയറി അങ്ങ് പോവാം എന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുക്കലൊക്കെ ഈ ജാഗ്രതാവസ്ഥയുടെ ഭാഗമാണ്. ഈ ജാഗ്രതാവസ്ഥയിൽ ഈ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത് മറ്റ് അവബോധ തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊരു തീരുമാനം എടുക്കുന്നു, ഇന്നലെ ഇതിലെ പോയപ്പോൾ
എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അത് വഴി പോകുമ്പോൾ ആലോചിക്കണം എന്ന് പറയുന്നത് എന്റെ സ്മൃതികളിൽ നിന്ന് എടുക്കുന്നത്, അതായത് സ്വപ്നം എന്ന് പറയുന്ന മനോതലത്തിൽ നിന്നും എടുക്കുന്നതാണ്, ബോധതലത്തിൽ നിന്നും എടുക്കുന്നതാണ്. അവിടെ നമ്മൾ ഓർമ്മ ആയിട്ട് റിട്രീവ് ചെയ്തെടുത്തു. ചിലത് നമുക്ക് റിട്രീവ് ചെയ്ത് ഉണ്ടാവില്ല. ഇപ്പൊ കുഞ്ഞുനാളിൽ നമുക്ക് ഉണ്ടായ ഒരു സംഭവം, അതുകൊണ്ട് നമുക്ക് നമ്മളൊരു പ്രത്യേക പ്രതലത്തിലൂടെ നടന്നപ്പോൾ നമ്മൾ വഴിക്ക് വീണു ചെറിയ നാളില്. അതിനുശേഷം നമ്മൾ അത്തരം പ്രതലങ്ങൾ കണ്ട് ഒഴിവാക്കി വന്നു. 10-30 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അത്തരം പ്രതലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വഴിക്ക് പോകില്ല. നമ്മൾ ആലോചിക്കില്ല, എന്തുകൊണ്ടാണെന്നൊന്നും ആലോചിക്കില്ല. പക്ഷെ അത് ഓർമ്മയിൽ നിന്നാണ് വരുന്നത്, അബോധപൂർവമായിട്ടുള്ള ഓർമ്മയാണ്. അതുപോലെ തന്നെ ഈ ആന്തരികമായ അനുഭവങ്ങളുണ്ട്, നമ്മുടെ ചോദനകൾ, വാസനകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, അത് നിരന്തരം ഈ ചിന്തയെ അല്ലെങ്കിൽ ഈ ജാഗ്രത അവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ സഹജമായ ബോധം ഒരു മാമ്പഴം കണ്ടു, മാമ്പഴം പഴുത്തിരിക്കുന്നത് കണ്ടു, സ്വാഭാവികമായിട്ട് നമുക്ക് കൊതി തോന്നും. ഇത് ഉള്ളിൽ നിന്നും വരുന്നതാണ്. ആ സമയത്ത് എനിക്കിത് വേണ്ട എന്ന് വിചാരിച്ച് നമുക്ക് എടുക്കാതിരിക്കാം, പക്ഷെ അതിനോട് താല്പര്യം തോന്നും, അതിനെ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നും, അതിനോട് ഒരു സഹജമായിട്ടുള്ള ഒരു പ്രേരണ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വികാരങ്ങളുടെ തലം, ഈ വികാരതലം എന്ന് പറയുന്നത് ഈ ശിക്ഷിതാവബോധത്തിന്റെയും ആ ഭാഗത്താണ് നിൽക്കുന്നത്. ആ വികാരതലം എന്ന് പറയുന്നതും നമുക്ക് ഈ ചിന്തയെ കൺട്രോൾ ചെയ്യും, അല്ലെ? ചിന്തയെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്ന സാധനം ഈ വികാരമാണ്. അപ്പൊ ഇതാണ് ശരിക്കും ഈ ജാഗ്രതാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പക്ഷേ ഇവയെല്ലാം സ്വാധീനിക്കുമ്പോഴും യുക്തി അവിടെ വിചാരം ചെയ്യുന്നു, വിശകലനം നടക്കുന്നു. ഈ യുക്തിയും വിശകലനവും നടക്കുന്ന സമയത്ത് ഇത് മറ്റ് ബോധപാളികളിൽ നിന്ന് വേറിട്ടതാണെന്നുള്ള തോന്നലിൽ പ്രവർത്തിക്കും. മറ്റുള്ളവയിൽ നിന്നും വേറിട്ടതാണെന്ന തോന്നൽ. യഥാർത്ഥത്തിൽ ഇപ്പൊ വേറിടാൻ കഴിയില്ല. പക്ഷെ എഫക്റ്റീവ്ലി വേറിട്ട പോലെ ജീവിക്കും. അപ്പോൾ ചില വ്യക്തികളൊക്കെ സമൂഹത്തിലോ കുടുംബത്തിലോ അവർ ജീവിക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഒന്നും ഭാഗമല്ല. ഇപ്പൊ പ്രത്യേകിച്ച് മൊബൈലും കൂടെ വന്നതോടുകൂടി വ്യക്തിപരമായിട്ട് ജീവിതം എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുപോകുന്നു, ഞാൻ തീരുമാനം എടുക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് കൊണ്ടുപോവുക. അങ്ങനെ വരുന്ന സമയത്ത് എന്റെ അകത്തോ പുറത്തുമുള്ള ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഞാൻ ജീവിക്കേണ്ടി വരും. എന്റെ ശീലങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന രീതിയിൽ ഞാൻ ജീവിക്കും. ശീലത്തിലാണ് ജീവിക്കുക. കാരണം അടിത്തട്ടില്ല, അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവിടെയുണ്ട്. അപ്പോ യുക്തിയും വിശകലനവും ഒക്കെ നമ്മുടെ മേലിൽ മേൽക്കോയ്മ നേടുന്ന സമയത്ത് നമുക്ക് മറ്റു ബോധപാളികളിൽ നിന്ന് വേറിട്ട് നിൽക്കും. അപ്പൊ ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം എന്താ? യുക്തിയെ സമർപ്പിക്കുക. യുക്തി എന്നുള്ളത് എന്റെ യുക്തിക്ക് പ്രസക്തിയില്ല, യുക്തി എന്നുള്ളത് ഇവിടുത്തെ ഒരു ചെറിയ സപ്പോർട്ടിങ് എലമെന്റ് ആണ്, സപ്പോർട്ടിങ് ഫിനോമിനൻ മാത്രമാണെന്ന് ബോധ്യപ്പെട്ട് ആ യുക്തിയെ നമ്മൾ സറണ്ടർ ചെയ്യുന്നു. അത് നമ്മൾ ഗുരുവിന്റെ അടുത്ത്, ഇപ്പൊ ഈശ്വര വിശ്വാസമുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഈശ്വര ബിംബത്തിന്റെ അടുത്ത്, അത്തരം സങ്കല്പങ്ങൾക്കടുത്ത്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവന്റെ അടുത്ത് ഒക്കെ നമ്മൾ നമ്മുടെ യുക്തിയെ സറണ്ടർ ചെയ്യും. അവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ സറണ്ടർ ചെയ്ത് പോലീസുകാരെ പിടിക്കുമ്പോഴാണ്. പോലീസുകാർ വണ്ടി തടഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ യുക്തി എല്ലാം കളഞ്ഞിട്ട് നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ഭയങ്കര ഒബീഡിയന്റ് ആണ്. ഈ സമയത്ത് സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഒബീഡിയൻസ് കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബോധതലങ്ങളെല്ലാം തന്നെ, അകത്തും പുറത്തുമുള്ള ബോധതലങ്ങളെല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്താണ് നിൽക്കുക. ആ വികാരങ്ങളെല്ലാം കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുക. യുക്തിക്ക് സ്വാധീനം കുറവാകുന്നു. ഞാൻ ഈ പോലീസുകാരുടെ അടുത്ത് പോകുന്ന സമയത്ത് യുക്തി പ്രവർത്തിക്കില്ല എന്നല്ല പറഞ്ഞിട്ട്, യുക്തി സറണ്ടർ ചെയ്യാൻ തയ്യാറാവുന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദരവുള്ളവരോട്, വലിയതിനോട്, അല്ലെങ്കിൽ നമുക്ക് പ്രിയം തോന്നുന്നവരോടൊക്കെ നമുക്ക് യുക്തി സമർപ്പിക്കാൻ പറ്റും. യുക്തി സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ബോധതലങ്ങളും വ്യക്തിഗത ബന്ധവും എല്ലാം തന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. യുക്തി പുനഃസ്ഥാപിക്കപ്പെടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഈ ജാഗ്രതയുടെ മാത്രം വട്ടത്തിലായി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരു സത്തയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഫാക്കൽറ്റി നൽകുന്നത് ഈ ജാഗ്രതാവസ്ഥയാണ്. അത് അവന് ചിന്താപരമായി, പ്രവർത്തനപരമായുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അത് മറ്റുള്ളവയോട് ചോദിക്കാതെ, മറ്റുള്ളവയെ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്നു എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ ജാഗ്രതാവസ്ഥയാണ്. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് ഭയങ്കര പരിമിതിയാണ്. കാരണം പ്രപഞ്ച ജാലികയിൽ, പ്രാകൃതിക ജാലികയിൽ എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന ഒരു വലിയ നെറ്റ്വർക്കാണല്ലോ.
ആ നെറ്റ്വർക്കിൽ ഇത് കണ്ണിയെല്ലാം മുറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും സ്വയം ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ലോഡാണ്. പക്ഷെ ഞാനാണ് ചെയ്യുന്നത്, സ്വാതന്ത്ര്യത്തോട് ചെയ്യുന്നു എന്ന തോന്നലുള്ളപ്പോഴാണ് അതിന് മേൽക്കോയ്മ എടുത്തുകൊണ്ട് ഏത് കാര്യം മുൻകൈ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുക. ഒരു വ്യവസ്ഥയുടെ മർമ്മമായിരിക്കുമ്പോഴോ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോഴോ ഈ ഒരു സത്തയ്ക്ക് എന്ത് പ്രവർത്തനം ചെയ്യണമെങ്കിൽ ഈ ജാഗ്രതാവസ്ഥയാണ് അതിന് സഹായിക്കുക. അത് മറ്റുള്ള അവബോധാവസ്ഥകളുമായിട്ട് ഏകീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ബോധപൂർണമായ ജീവിതവും ആന്തരിക നിയന്ത്രണവും സാധ്യമാവുക. അപ്പോൾ അവിടെ യുക്തി സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. യുക്തി ഉണർന്നിരിക്കുന്ന സമയത്ത് ജാഗ്രത ആക്റ്റീവ് ആവും. യുക്തി സറണ്ടർ ചെയ്തിട്ട് ജാഗ്രതയിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ സാക്ഷി മാത്രമാണ്. ആ അവസ്ഥയിലാണ് നമുക്ക് ജീവിതത്തെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളുടെ യുക്തിയെ നിങ്ങൾക്ക് അതുപോലെ സറണ്ടർ ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ? നിങ്ങളുടെ ജാഗ്രതാവസ്ഥയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാകാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതുമായി മറ്റ് അവബോധ തലങ്ങളെ നമുക്ക് ഈ വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന്